ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ലുക്ക് ടേസ്റ്റ്. ഇന്ന് ലുക്ക് ടേസ്റ്റിന് ബ്രെഡ് സാൻഡ്വിച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ വെജിറ്റബിൾ യൂസ് ചെയ്യുന്നുണ്ട്, ചോപ്പ് ചെയ്തിട്ടാണ് വെജിറ്റബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഒരു വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ക്യാപ്സിക്കാണ്, അതും നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ചിക്കനാണ്, ഒരു വലിയ പീസ് ചിക്കൻ പീസ് ചെയ്തതാണ്, സ്മോൾ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ മയോണൈസാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്, ഒരല്പം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഗ്രീൻ ചട്നി നിങ്ങൾക്ക് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ അതിൽ കുറച്ച് ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു ബട്ടർ സോസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനൊരു പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ആ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബ്രെഡ് എടുക്കാം. ബ്രെഡിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മിക്സ് ഫില്ല് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, കാരണം വെജിറ്റബിൾസ് ചില മക്കൾക്കൊന്നും സവാളൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്യണമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി വീണ്ടും 3 ബ്രെഡായിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇനി ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിലാണ് ബ്രെഡ്, 3 സ്ലൈസാണുള്ളത്. ഇതൊന്ന് തിരിച്ചും മറിച്ചും ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പീസാക്കിയിട്ട് നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ നിങ്ങളുടെ മോഡലനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. സോസ് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.